As a producer, you are happy? എന്നാ പിന്നെ ഇപ്പൊ കേട്ടു എന്താ പ്രതീക്ഷ? ഡയറക്ടറും പ്രൊഡ്യൂസറും ലൈഫിലൂടെ വാ. എന്നെ പാടുന്നത് ഹാപ്പി ബർത്ത്ഡേ. പിന്നെ അപ്പൊ ഇത് നമ്മുടെ കുടുംബ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് സുമതി വളവിന്റെ സക്സസ് സെലിബ്രേഷൻ ആരും മലപ്പാക്കരുത്, എല്ലാവർക്കും കേൾക്കുന്നു. അതെ, ഒരു മിനിറ്റ്. 90s കഥയായിട്ട് രവീന്ദ്രനെ പറ. അപ്പൊ എല്ലാരും കട്ട് ചെയ്യാ. അല്ല, നിങ്ങളൊക്കെ കട്ട് ചെയ്ത് വൃത്തിയായിട്ട് കൊടുത്തേ. എവിടെ കത്തിക്കൊണ്ട് പോയി? എന്നാ ഈ സൈഡ് ഞാൻ മുറിക്കാം. വാ വിഷ്ണു, ഭദ്രനും ബെഞ്ചമിനും. സുമതി, ഞാനെടുക്കട്ടെ, ഞാനിവിടെ എടുക്കട്ടെ. പറയാറില്ല, പക്ഷെ ഞാൻ ബാക്കിലേക്ക് ഇറങ്ങി ഒത്തിരി സന്തോഷമുണ്ട്. ഞങ്ങൾ ഇത്രയും നാളത്തിന് ശേഷമാണ് ഒരു മൂവിയുടെ പാട്ടാവുന്നത്. അഭിലാഷ് പിള്ളയുടെയും അഭിലാഷ് ഏട്ടന്റെയും വിഷ്ണുവിന്റെയും പടത്തിലെ കൂടെ തന്നെ ആയതുകൊണ്ട് ഒരുപാട് കോയിൻസിഡൻസ് ഉണ്ട്. മുമ്പ് ഞങ്ങൾ റിവീൽ ചെയ്തു വിഷ്ണുവിന്റെ അച്ഛന്റെ മൂവിയില്, ശശങ്കർ സാറിന്റെ മൂവിയില് ഞാൻ 4th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ ഒരു മന്ത്രമുദ്രം എന്ന് പറഞ്ഞൊരു മൂവിയിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോ സെറ്റിൽ വരുമ്പോഴാണ് അദ്ദേഹത്തിന്റെ മകനാണ് വിഷ്ണു എന്നുള്ള അറിയുന്നത്. അങ്ങനെ കുറെ കോയിൻസിഡൻസ് ആയിട്ട് എനിക്ക് തോന്നി സംഭവിച്ചത്. ഒത്തിരി സന്തോഷം. എന്തായാലും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുക, പ്രാർത്ഥന ഉണ്ടാവുക. നല്ല പടം നിങ്ങൾ നല്ല രീതിയിൽ അഭിലാഷേണ്ടാണ് എന്റെ വളവിലേക്ക്. സന്തോഷമുണ്ട്. കാരണം മടി പിടിച്ച് വീട്ടിൽ ഇരിക്കുകയാണ് കുറെ നാളായിട്ട്. എനിക്ക് ആനന്ദ് ശ്രീബാലയെ ആലോചിച്ചതാണ്, അപ്പൊ സംഭവിച്ചില്ല. സുമതികൾ ഇനിയിപ്പോ കണ്ടിന്യൂസ് ഇവിടെ കാണും. സോ ഹാപ്പി. കാരണം ഭാമനെ കാണുന്ന തിയേറ്ററിൽ എല്ലാവർക്കും സന്തോഷം. എന്റെ ക്യാരക്ടറിന് ഭാമന്നിട്ട് അല്ല, തിയേറ്ററിൽ തുടരും കഴിഞ്ഞതിന് ശേഷം ഫാമിലി വരുന്ന ഒരു പടം ഏറ്റവും കൂടുതൽ കളക്ഷൻ അതിനെപ്പറ്റി സംസാരിക്കും. നമ്മളെല്ലാ തിയേറ്ററിൽ പോകുമ്പോൾ അതിൽ മാളിയപ്പുറ സമയത്ത് ഞങ്ങൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് മാളിയപ്പുറത്ത് വരുന്ന യൂത്തിനെക്കാളും കൂടുതൽ ഫാമിലി, അച്ഛൻ, അമ്മ, മക്കളാണ്. ഇത് അതേ സിനാരിയാണ് ഇതിലുള്ളത്. തുടരും കാണാൻ പോകുമ്പോൾ നമുക്ക് അത് കിട്ടിയത്. അപ്പൊ ആ ഫാമിലി ഓഡിയൻസിനെ ടാർഗറ്റ് സിനിമ തന്നെയാണ് സുമതിയോളവും. ഇതിന്റെ തുടക്ക ദിവസങ്ങളെ പറ്റി ഗേറ്റ് ക്യാമ്പയിനിങ്ങും നെഗറ്റീവ് റിവ്യൂസ് ഒക്കെ കംപ്ലീറ്റ്ലി യങ്സ്റ്റേഴ്സ് അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സിനെ റെപ്രസെന്റ് ചെയ്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്ന് ഞാൻ തിയേറ്ററിൽ പോകുമ്പോൾ ഞാൻ യങ്സ്റ്റേഴ്സും ഉണ്ട്. അപ്പൊ ഉറപ്പായിട്ട് ഇത് ഫാമിലിക്കും യങ്സ്റ്റേഴ്സിനും ഒരുപോലെ വർക്കായ ഒരു സിനിമയാണ്. പിന്നെ ഇതിനെ ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിച്ചതിന്റെ ഒക്കെ റിസൾട്ട് എന്ന് പറയുന്നത് സ്ട്രോങ് ആയിട്ട് ഫാമിലി ഓഡിയൻസ് തിരിച്ചു വന്നു. ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. 4 ദിവസത്തെ കളക്ഷൻ, ജെനുവിൻ കളക്ഷൻ, അതായത് പ്രൊഡ്യൂസർ അസോസിയേഷൻ അടക്കം അറിയാവുന്ന ജെനുവിൻ കളക്ഷനാണ് ഞങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ അത് ഇനിയും കൂടുമെന്നതിനാണ് പ്രതീക്ഷ. ഉറപ്പായിട്ടും കേരളത്തിലെ അല്ലെങ്കിൽ മലയാളീസ് നല്ല സിനിമയ്ക്കൊപ്പം നിൽക്കാറുണ്ട്, ഞങ്ങളോടൊപ്പം നിൽക്കും. ഇനി ഫേസ്ബുക്കിലൊക്കെ വരുന്ന അൺവാണ്ടഡ് കമന്റ്സ് ഏറ്റവും കൂടുതൽ കാണുന്നതാണ്. അതായത് ഇങ്ങനത്തെ സിനിമ ചെയ്ത് എത്ര നാൾ മുന്നോട്ട് പോകും എന്നുള്ള സംഭവം. ഞാൻ ഉറപ്പിച്ചു പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്, ഇവിടെ ഈ സിനിമ കാണാൻ ഫാമിലിയുടെ ഉള്ളടത്തോളം കാലം ഞാൻ ചെയ്യുന്ന സിനിമകൾ ഇത് തന്നെ ആയിരിക്കും. ഇങ്ങനത്തെ കഥകൾ തന്നെയായിരിക്കും ഞാൻ ചെയ്യുന്നത്. അത് എന്റെ സ്റ്റൈൽ അതാണ്. അത് ഇഷ്ടപ്പെടുന്നവർ കണ്ടോട്ടെ. അത് ഇഷ്ടപ്പെടാത്ത ഒരു മൊബൈൽ ഫോൺ എടുത്ത് വെച്ച് റിവ്യൂ പറയാതിരിക്കുന്ന ആരും തന്നെ ആ സിനിമ കാണാൻ വരണ്ട. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ റിവ്യൂ പറയുന്ന ചേട്ടന്മാരും അവരുടെ യൂട്യൂബ് ചാനലിൽ കണ്ടിട്ട് കാശ് ഉണ്ടാക്കുകയാണ്. ആ കാശ് എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസർ കഷ്ടപ്പെട്ട്
ഒരു സിനിമയ്ക്ക് വേണ്ടി ഇറക്കിയ കാശ് വെച്ചിട്ടാണ് അവരും കാശുണ്ടാക്കുന്നത്. തീർച്ചയായിട്ടും അതിന്റെ പുണ്യം പ്രൊഡ്യൂസർക്ക് കിട്ടും. കാരണം ആ റിവ്യൂവേഴ്സിന്റെ കുടുംബത്തിന് കിട്ടുന്ന കാശിൽ അവരുടെ കുടുംബം പച്ചരി വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളെ പോലെ കുറെ പേര് എടുത്ത് എഫോർട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അവരോട് നന്ദി പറയാണ്. നിങ്ങളുടെ കുടുംബം നന്നായി തന്നെ ജീവിക്കട്ടെ. താങ്ക് യു. അത് തന്നെ ഞാൻ പറഞ്ഞത്, നമ്മള് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് സിനിമകൾ ചെയ്യുന്നത്. ഓക്കെ, എല്ലാവരുടെയും ജോലിയാണ് എന്നതിനേക്കാൾ ഉപരി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് എല്ലാവരും മാക്സിമം ഔട്ട്പുട്ട് കൊടുക്കാനല്ലേ നമ്മള്. ചെറിയ ചെറിയ കുറ്റങ്ങളോ കുറവുകളോ അതൊന്നും അത് ഏത് പടത്തിനെ കുറിച്ചിട്ടാണെങ്കിലും അങ്ങനെ പറയാൻ ശരിക്കും അത് ഭയങ്കര സാഡായിട്ടുള്ളൊരു കാര്യമാണ്. അതിനെ എൻകറേജ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ പറഞ്ഞ പക്ഷം ഉപകാരം ചെയ്തില്ലെങ്കിൽ ഉപദ്രവിക്കാതിരിക്കുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് ഭയങ്കര സങ്കടം തോന്നുന്നത്. ഇപ്പൊ ഏത് സിനിമകളെ കുറിച്ചാണെങ്കിലും കേട്ടോ, അതങ്ങനെ പറയാൻ പാടില്ല. അതൊരു ഹ്യൂമാനിറ്റിയാണ്. ഹ്യൂമാനിറ്റി ബേസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും വർക്ക് ചെയ്യട്ടെ. നമ്മളെല്ലാവരും വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ നമ്മളെല്ലാവരും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ആരും തളർത്താതിരിക്കുക എന്നുള്ളത് വലിയൊരു പോയിന്റ്. അറ്റ്ലീസ്റ്റ് എനിക്ക് അത്രയെങ്കിലും പറയണമെന്ന് തോന്നി. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുക, പ്രാർത്ഥിക്കുക. ഓക്കെ, എല്ലാവരും വരിക. അങ്ങനെ ഞാൻ വിചാരിച്ചിട്ടില്ല, പക്ഷെ എനിക്ക് ഇഷ്ടമാണ്. എനിക്കിപ്പം ഈ പടത്തിലേക്ക് ഡബിങ്ങിൽ ചെയ്യുന്ന സമയത്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് പഴയ മെമ്മറീസ് ഒക്കെ വന്നത്. ഓക്കെ, ഇനി ചെയ്യണം എന്നുള്ളൊരു ഇഷ്ടമൊക്കെ വന്നത്. അപ്പം നല്ല ടീമിനൊപ്പം ഇതുപോലൊക്കെ വർക്ക് ചെയ്യാൻ പറ്റിയാൽ ഞാൻ ഉറപ്പായിട്ടും ചെയ്യും. ഇല്ല, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇതിലൂടെ ആയിരിക്കും ഒരു പക്ഷെ ഞാൻ ചെയ്യുന്നുണ്ടെന്ന് തന്നെ എല്ലാവർക്കും അറിയുന്നുണ്ട്. ചെയ്യണം എന്നാണ് നോക്കട്ടെ. താങ്ക് യു. സുമതി വളവിലെ ഭാമ എന്നാണ് കഥാപാത്രത്തിന്റെ പേര്. അതൊരു അല്ല, വേറെ നായികയുടെ കഥാപാത്രത്തിന്റെ പേര് മാളു എന്നാണ്. എന്റെ ക്യാരക്ടറിന്റെ പേര് മാളു എന്നാണ്. നമ്മുടെ മെയിൻ കഥാപാത്രത്തിന്റെ പേര് ഭാമ. ഭാമയും തുടരും ഇനി മലയാള സിനിമ. നല്ല റിവ്യൂസാ വരുന്നത്. ഹാപ്പിയാണ്. എങ്ങനെയുണ്ടായിരുന്നു ഇപ്പൊ ഒരു ഇത്രയും നല്ല റിവ്യൂസ് കേൾക്കുന്നത്? ഫാമിലീസ് പിന്നെ 4 ദിവസം കൊണ്ട് 11 കോടി ക്ലബിൽ കയറിയിട്ടുണ്ട്. ആക്ച്വലി നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടിലും ഞാൻ എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടിലും ലവ് കിട്ടുന്നുണ്ട്. സോ ഭയങ്കര ഹാപ്പിയാണ്. നമുക്ക് എന്താ പറയാനേ അറിയില്ല. ഇത്രയും ദിവസം കൊണ്ട് ഇത്ര ആള് കയറുക, ഇപ്പോഴും ഹൗസ്ഫുൾ ആണ്. അപ്പൊ ഇനി അങ്ങനെ പോട്ടെ കുറച്ച് ദിവസം. എക്സ്പീരിയൻസ് എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. എനിക്ക് ഒരുപാട് സന്തോഷമാണ്. ഓവർ ദ മൂൺ. സിനിമ ഇതുപോലെ ഹൗസ്ഫുൾ ആയിട്ട് ഓടുക എന്ന് പറയുന്നത് ഭയങ്കര സക്സസ് ആണ്. ഇപ്പോഴത്തെ കാലത്ത് ഒരു സിനിമ ഒരു ക്രൗഡ് വന്ന് ഇഷ്ടപ്പെട്ട് നല്ല അഭിപ്രായം പറയാ എന്ന് പറയുന്നത് ഭയങ്കര പാടാണ്. അപ്പം ആ കാര്യത്തിൽ സുമതിയോട് നല്ല അഭിപ്രായം നേടി പോകുന്നു. അല്ലേ? ഇവിടെ തിരിഞ്ഞേക്ക് ഫാമിലിക്ക് ഇഷ്ടമായിട്ടായിരിക്കും. ഫാമിലിക്കാണ് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നത്. അതായത് ഏറ്റവും കൂടുതൽ നല്ല കമന്റ്സ് പറയുന്ന കുടുംബിനികളാണ്. അതായത് വീട്ടമ്മമാരാണ് ഭയങ്കര സന്തോഷമായിട്ട് പറയുന്നതും നമ്മുടെ ഓരോരുത്തർ ചെയ്ത ക്യാരക്ടറിനെ കുറിച്ചെല്ലാം നല്ല അഭിപ്രായം പറയുന്നത്. സിനിമ ഭയങ്കര എൻഗേജിങ് ആണ്. ഐ മീൻ ആർക്കും ലാഗ് അടിപ്പിക്കലോ. പിന്നെ നമുക്ക് 100% ഒരിക്കലും ഒരു പ്രൊഡക്റ്റ് ഹാപ്പി ആക്കാൻ പറ്റില്ല ഒരാളെ. ഒരു പ്രൊഡക്റ്റ് സിനിമ അതുപോലെയാണ്. ഹെവി ഹിറ്റായ സിനിമകൾ പോലും ഇഷ്ടപ്പെടാത്ത ആൾക്കാർ എത്രയോ പേരുണ്ട്. അപ്പം പലർക്കും പല അഭിപ്രായങ്ങളാണ്. പക്ഷേ സുമതി വളവിന് ഓവറോൾ നല്ല അഭിപ്രായം കരുതുന്നു. അതുകൊണ്ടാണല്ലോ ഈ ക്രൗഡ് ഇത്രയും തിയേറ്ററിൽ വരുന്നത്. പടം മോശമായതുകൊണ്ട് ഒരിക്കലും ഈ നെഗറ്റീവ് റിവ്യൂസും ഒക്കെ വന്നിട്ട് പോലും ഇതുപോലെ ആൾക്കാർ തിയേറ്ററിൽ വരിക എന്ന് പറയുന്നത് ഭയങ്കര അത്ഭുതമാണ്. അതായത് അപ്പം സിനിമ നല്ലതാണ്. അപ്പോൾ കാണികൾക്ക് ഇഷ്ടപ്പെടുന്നതുകൊണ്ടല്ലേ തിയേറ്ററിൽ വരുന്നത്. അപ്പോൾ ആൾക്കാർ ഫ്രണ്ട്സിനോട് പറയുന്നു, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കേട്ടാണ് എല്ലാവരും സിനിമയ്ക്ക് വരുന്നത്. ഇനിയും കാണാനിരിക്കുന്ന പ്രേക്ഷകരോട് വന്ന് തിയേറ്ററിൽ തന്നെ ഈ പടം വന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. കാരണം ഇത് തിയേറ്റർ എക്സ്പീരിയൻസ് പടമാണ്. ഇതിൻ്റെ സൗണ്ട് എഫക്ട്സും അതിൻ്റെ CG ഗ്രാഫിക്സും കാര്യങ്ങളും എല്ലാം ആ ഒരു പാറ്റേണിൽ എല്ലാവർക്കും ഒരു എൻ്റർടൈൻ ചെയ്യുന്ന രീതിയിലാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം അത് ഉറപ്പായിട്ടും തിയേറ്ററിൽ വന്ന് കണ്ട് ഞങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സിനിമയെ വിജയിപ്പിക്കുക. ഇത്രയും പറയണം. താങ്ക് യു.